സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലും ആകുന്നു. ഏകദേശം 40 ഗ്രന്ഥകർത്താക്കൾ 1006 വർഷങ്ങളുടെ കാലയളവിൽ 3 വ്യത്യസ്തമായ ഭാഷകളിലായി ബൈബിൾ എഴുതുവാനിടയായി. അവർ പരസ്പരം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതുകൊണ്ട് അവർ എഴുതിയ വിഷയങ്ങളെല്ലാം തന്നെ ഒരേ വിഷയത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. അതിൽ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നു. എഴുതപ്പെട്ടതായ ലേഖനങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഇവയിലെല്ലാം തെറ്റുണ്ടായേക്കാം. എന്നാൽ ദൈവവചനത്തിൽ ഒരു മാറ്റവുമില്ലാത്തതുകൊണ്ട് നാം ഒരു ദർശനം കണ്ടാൽ, ഒരു സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ നാം ഒരു ഉപദേശം കേട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിന് നീ ബൈബിൾ മനസ്സിലാക്കിയിരിക്കണം. ബെരോവയിലെ സഭയിലുള്ള ആളുകൾ പൗലോസും ശീലാസും പ്രസംഗിച്ചതിനു ശേഷം അവർ പറഞ്ഞതായ പ്രസംഗങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് അവർ പരിശോധിച്ച് നോക്കുമായിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് എത്രയോ ഉപദേശകന്മാർ ഇറങ്ങി വരുന്നുണ്ട്. ദുരുപദേശം പറയുന്ന ആളുകളുണ്ട്. അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വരുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് എല്ലാ ക്രിസ്ത്യാനികളും ബൈബിൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിനും നിനക്കും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഉപദേശകന്മാരിലോ ദൈവദാസന്മാരിലോ ആശ്രയിക്കരുത്. യേശു കർത്താവിൻ്റെ മേൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വിളിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അതിൽ കൂടുതലായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അത് ശീലമാക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കും. നിങ്ങൾക്കവൻ മറുപടി നൽകും. ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥൻ ഒരുവനേയുള്ളൂ. അവനാകുന്നു യേശുക്രിസ്തുവാകുന്നതായ നരൻ. ദാനിയേലിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബെൽഷസർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് ഒരുക്കി. അവർ കാൺകെ വീഞ്ഞ് കുടിച്ചു. ബെൽഷസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന് വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏപ്പു അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. മതി. ഇവിടെ ഒരു രാജാവിനെ കാണാം. രാജാവിൻ്റെ പേര് ബെൽഷസർ എന്നാണ്. ഇയാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതായ സമയത്ത് രാജാവായതിൻ്റെ സന്തോഷത്തിൽ ഒരു വലിയ വിരുന്ന് സംഘടിപ്പിക്കുകയാണ്. ഒരു വലിയ വിരുന്നൊരുക്കുവാൻ ഇടയായി. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാകട്ടെ അവനുള്ള അധികാരികളും അവൻ്റെ ഭാര്യമാരും അതുപോലെ വെപ്പാട്ടികളും. അങ്ങനെയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇവൻ വീഞ്ഞു കുടിക്കുകയാണ്. ദൈവം ചെയ്തതായ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചതായ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരമായിട്ട് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നതായ സമയത്ത് തിന്നും കുടിച്ചും ആഡംബരങ്ങൾ കാണിക്കാറുമുണ്ട്. നിനക്ക് സമൃദ്ധി ഉണ്ടായിരിക്കുമ്പോൾ, നിനക്ക് ആരോഗ്യമുണ്ടായിരിക്കുമ്പോൾ, നിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്ന സമയം, നീ നന്മ പ്രാപിക്കുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഓപ്പറേഷനൊക്കെ ചെയ്ത് 2 ലക്ഷം രൂപ ചിലവായി മരിക്കാതെ രക്ഷപ്പെട്ടതായ സമയത്ത്, ദൈവദാസ, ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വയ്ക്കണം. എന്തിനാണ്?
ജീവൻ രക്ഷപ്പെടാനിടയായി. മരണകരമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയായി. അതുകൊണ്ട് സ്തോത്ര പ്രാർത്ഥന വയ്ക്കണം. ആക്സിഡന്റ് ആയിട്ട് കാലൊടിഞ്ഞു പോയി കൃത്രിമക്കാൽ വെച്ചതിന് ശേഷം സ്തുതി പ്രാർത്ഥന വയ്ക്കും. മകന്റെ വിവാഹം നടന്നാൽ ചിലർ സ്തോത്ര പ്രാർത്ഥന വയ്ക്കും. എന്നാൽ എത്ര ആളുകൾ, ദേവദാസ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു തലവേദന പോലും എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരു ഗുളിക പോലും ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു, ദൈവം നല്ല ആരോഗ്യം എനിക്ക് നൽകാനിടയായി, അതിനുവേണ്ടി സ്തോത്ര പ്രാർത്ഥന വയ്ക്കാം എന്നാരെങ്കിലും പറയാറുണ്ടോ? ഒരു ഓപ്പറേഷൻ പോലും എൻ്റെ ശരീരത്തിൽ ചെയ്തിട്ടില്ല, എൻ്റെ ശരീരത്തിന് ദൈവം നല്ല ആരോഗ്യം നൽകാനിടയായി, എനിക്ക് ഇത്രയും ആരോഗ്യം നൽകിയ ദൈവത്തിന്, അവൻ്റെ കരുതലിന് നന്ദി സൂചകമായൊരു സ്തോത്ര പ്രാർത്ഥന വയ്ക്കുക എന്നാരെങ്കിലും പറയുമോ? കണ്ടില്ലേ, ദൈവത്തിലേക്ക് അടുക്കാത്തത് കൊണ്ട് ദൈവം നമ്മെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. നമ്മെ ഒരു രാജകുമാരനെ ആ കൊട്ടാരത്തിൽ വീട്ടുതടങ്കലിലാക്കാനിടയായി. അവിടെ നിന്ന് താഴേക്ക് നോക്കി ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് താഴെ ഒരു മനുഷ്യനെ കാണുവാനിടയായപ്പോൾ അയാളെ ഷെന്ന് വിളിച്ചപ്പോൾ അയാൾ കേൾക്കുന്നില്ല. രാജകുമാരന്റെ കയ്യിലൊരു സ്വർണ്ണ വാച്ചുണ്ട്. ആ വാച്ച് ഒരു താഴേക്കിടുവാൻ ഇടയായി. പെട്ടെന്ന് ആ മനുഷ്യൻ ആ വാച്ചെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പരതി നോക്കുകയാണ്. മുകളിൽ രാജകുമാരൻ നിന്നിട്ട്, എടാ ഞാനാണ് തന്നത്, ഒരു നിമിഷം നീ മുകളിലേക്ക് നോക്കൂ എന്ന് പറയുന്നു. ഇത് എവിടെ നിന്ന് ലഭിച്ചു, എവിടെ നിന്ന് വന്നുവെന്ന് മുകളിലേക്ക് നോക്കുന്നില്ല, വീണ്ടും അവിടെ പരതുകയാണ്. ഇത് എനിക്ക് കിട്ടിയത് നന്നായി എന്ന് വിചാരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് കിളിച്ചു വന്നതാണെന്നാണ് വിചാരിക്കുന്നത് എന്നും പറഞ്ഞ് ഭൂമിയിൽ തന്നെ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. മുകളിൽ നിന്ന് നോക്കിയിരുന്ന രാജകുമാരൻ മുഷിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ കയ്യിലിരുന്ന വാച്ചും ഊരിയിടുവാനിടയായി. അപ്പോൾ ആ മനുഷ്യൻ അതും എടുത്ത് പോക്കറ്റിലിട്ടു. ഇപ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കണ്ടേ, ഇപ്പോഴും താഴേക്ക് തന്നെ നോക്കുകയാണ്. മുകളിൽ നിന്ന് രാജകുമാരന് കോപം വന്നു. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, ആ കല്ലെടുത്തു. ആ കല്ലെടുത്തിട്ട് തലയ്ക്കിട്ടെറിയാനിടയായി. കല്ല് തല വീണപ്പോൾ തന്നെ അയ്യോ എന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കി. ദൈവമേ എന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കാനിടയായി. കഷ്ടതയുണ്ടാകാതെ ചിലർക്ക് ദൈവത്തെ ഓർമ്മയുണ്ടാകില്ല. ദുഃഖം വരാതെ ചിലർ ദൈവത്തെങ്കിലേക്ക് തിരിയില്ല. നഷ്ടം വരാതെ ദൈവത്തിന്റെ കാര്യം ഓർക്കില്ല. കണ്ടിട്ടില്ലേ, രോഗം വരാതെ ദൈവത്തെ ഓർക്കുകയില്ല, പ്രശ്നങ്ങൾ വരാതെ ദൈവത്തെ ഓർക്കുകയില്ല. അത് ശരിയായ രീതിയിലുള്ള ജീവിതമല്ല. നിന്റെ നല്ല സമയത്ത്, നിന്റെ ആരോഗ്യ സമയത്ത്, നീ ശുഭകരമായിരിക്കുമ്പോൾ, നീ ആനന്ദത്തോടെ ആയിരിക്കുമ്പോൾ, നിനക്ക് സമൃദ്ധി ഉണ്ടായിരിക്കുമ്പോൾ, നിനക്ക് സകലത്തെയും നൽകിയതായ ദൈവത്തെ നീ ഓർക്കണം. ഇവിടെ ബെൽഷസ്സറിന്റെ പിതാവായിരിക്കുന്ന നെബൂഖദ്നേസർ ദൈവത്തിനെതിരെ തിരിഞ്ഞിട്ട് അവസാനം പുല്ലു തിന്നേണ്ട ഒരു ഗതി വരാനിടയായി. അത് ബെൽഷസ്സർ കണ്ടതാണ്. സത്യദൈവം ആരാണെന്ന് അറിഞ്ഞവനാണ്. തന്റെ പിതാവ് ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവന് അറിയാം. ഇപ്പോൾ അവൻ രാജാവായി. എന്താണ് ചെയ്യേണ്ടത്? പിതാവിന്റെ ദൈവത്തെ ആരാധിക്കണം, ആ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. അത് ചെയ്യാതെ ഞാൻ രാജാവായിട്ട് മാറി, എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്കൊരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്നേഹിതന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി വിരുന്നൊരുക്കുകയാണ്, മദ്യം കുടിക്കുകയാണ്. അതുകൂടാതെ ലഹരി പിടിച്ചിട്ട് ദൈവത്തിന്റെ ആലയത്തിലുണ്ടായിരുന്നതായ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് അതിലാണ് കുടിക്കുന്നത്. വിശുദ്ധമായ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കുന്ന ചില ആളുകളുണ്ട് ഈ കാലത്ത്. ദൈവത്തിന്റെ ആലയം അതൊരു ചെറിയ കുടിലാണെങ്കിലും, അതൊരു ചെറിയ മുറിയാണെങ്കിലും, അതൊരു ചെറിയ ഹാളാണെങ്കിലും, അതൊരു ഇടുങ്ങിയ ആലയമാണെങ്കിലും, അത് വിശാലമായ ഒരു ആലയമാണെങ്കിലും ഒരു കാര്യം മറക്കരുത്, ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. പരിശുദ്ധി. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുമ്പോൾ അത് വിശുദ്ധമായ ആലയമാണ്. പരിശുദ്ധാത്മാവായ ദൈവം സഞ്ചരിക്കുന്ന ഇടമാണ്. അത് വിശുദ്ധമായ സ്ഥലമാണ്. അവിടെ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ഇടമില്ല, അവിടെ ലോകത്തിന്റെ വ്യാപാരങ്ങൾക്ക് ഇടമില്ല. എന്നാൽ യേശുക്രിസ്തു ഒരു ദിവസം ആലയത്തിൽ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ, എന്റെ ആലയം സകല ജനങ്ങൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും, എന്നാൽ നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹമുണ്ട്, കാവൽ ഉണ്ട്. പിശാച് അവിടേക്ക് വരികയില്ല, എന്നാൽ കടന്നു വരും. എങ്ങനെയാണ്? നീ കാരണം. നീ തന്നെ കൂട്ടിക്കൊണ്ടുവരും, ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിന്റെ പ്രവർത്തികൾ ജാഗ്രതയോടെ ആയിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്.
സത്യത്തിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടമല്ല, നിന്റെ ശരീരമാകുന്നു ദൈവാലയം. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. എത്ര ആളുകൾക്ക് ഇതറിയാം? ദൈവത്തിന്റെ ആലയം നിന്റെ ശരീരമാകുന്നു. ഏതെങ്കിലും ഒരു മലയിലോ കെട്ടിടത്തിലോ പോയിട്ട് നമസ്കരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മക്കൾ എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി, ഒരുമിച്ച് കൂടി വരുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആലയം നമുക്ക് ആവശ്യമാണ്. ആ കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ ആ ദൈവാലയത്തിൽ നിന്റെ ശരീരം ദൈവാലയമാകുന്നു എന്ന വിഷയം മറക്കരുത്. നിന്റെ ശരീരമാകുന്നു. ആരെങ്കിലും എൻ്റെ ആലയത്തെ നശിപ്പിച്ചാൽ ഞാൻ അവനെ നശിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് അനേകം ആളുകൾ അവരുടെ ശരീരങ്ങളെ ദൈവം കൊടുത്തതായ, അഴകുള്ളതായ, ആരോഗ്യമുള്ളതായ, അനുഗ്രഹീതമായ, ആശ്ചര്യകരമായ തങ്ങളുടെ ശരീരങ്ങളെ മദ്യപാനം കൊണ്ട് നശിപ്പിച്ചു കളയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് നശിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ പിതാവ് മരുന്ന് കുടിക്കാറുണ്ട് എന്ന്. ഞാൻ ചോദിക്കും, മരുന്ന് കുടിക്കുന്നത് നല്ലതാണല്ലോ, ഏത് മരുന്നാണ് കുടിക്കുന്നതെന്ന് ചോദിക്കും. മരുന്നെന്ന് പറയുമ്പോൾ എനിക്കെങ്ങനെ അറിയാം? മരുന്ന് കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഏത് ടോണിക്കാണെന്ന്. ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായ ഏതെങ്കിലും ടോണിക്ക് കുടിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം വൈറ്റമിൻ ടോണിക്ക്, അങ്ങനെ ഏതെങ്കിലും ടോണിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറയുകയാണ് ചാരായമാണെന്ന്. ചാരായം എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് മരുന്നാകുന്നത്? എത്ര ആളുകൾക്ക് ചാരായത്തിന്റെ മണമറിയാം? കൈയുയർത്തിക്കൊള്ളൂ, കുഴപ്പമില്ല, ആരും ഒന്നും വിചാരിക്കുകയില്ല. എത്ര നല്ല ആളുകളാണ്. മദ്യത്തിന്റെ മണം പോലും നിങ്ങൾക്കറിയുകയില്ലല്ലേ? അബ്ബാ, അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ, നല്ല മധുരമായിരിക്കുമല്ലേ, നല്ല ഗ്ലാസ്സിൽ നല്ലവണ്ണം വെട്ടിത്തിളങ്ങുന്നല്ലേ? എന്താണ്? എത്ര അസഹ്യമായിട്ടുള്ളതായ ഗന്ധമാണതിന്. ആ ദുർഗന്ധം വരുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയില്ല. പലപ്പോഴും എനിക്ക് ഛർദ്ദിൽ ഉണ്ടാകാനിടയാം. ചില സമയത്ത് മദ്യപാനികളുടെ അടുക്കൽ ചെന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. അവരെ കർത്താവിലേക്ക് നേടണമെന്നുണ്ടെങ്കിൽ ആ മണം എനിക്ക് ഇഷ്ടമല്ല എങ്കിലും അവരെ കർത്താവിലേക്ക് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ മദ്യപാനികളുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകം മദ്യപാനികൾ കർത്താവിന് വേണ്ടി മാറിയിട്ടുമുണ്ട്. ബൈബിളുമായി ഇതുവഴി നടക്കുന്ന പല യുവാക്കളും, അതുപോലെ നമ്മുടെ കൊയറിൽ പാടുന്ന പല യൗവനക്കാരും ഒരു കാലത്ത് വലിയ മദ്യപാനത്തിന് അടിമകളായിരുന്നു. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, യേശുവിന് വേണ്ടി അവർ ജീവിക്കുവാൻ ആരംഭിച്ചതിന് ശേഷം അവർ ദുശീലങ്ങളിൽ നിന്ന് വിട്ടുമാറി. ഇപ്പോൾ അവർ ദൈവത്തിന് വേണ്ടി അവരുടെ ശരീരങ്ങളെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്ന് വെച്ചാൽ, നീ എത്ര വലിയ ഭക്തനാണെങ്കിലും, എത്രമാത്രം നീ ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരുപാട് വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്രയോ കാലമായിട്ട് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, അവൻ എന്നെ അനുഗ്രഹിച്ചു, എന്റെ കാലുവേദന പോയി, തലവേദന പോയി, എന്റെ പനി മാറി, എനിക്ക് ദൈവം അത് നൽകി ഇത് നൽകിയെന്ന് സാക്ഷ്യം പറയുന്നത് ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായിട്ട് ദൈവത്തിനു നീ സമർപ്പിച്ചിട്ടുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ എന്നിൽ ഉള്ളതെല്ലാം ആരുടെ സ്വത്താണ്? എന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ എങ്ങനെയായിരിക്കും? ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഏതൊക്കെ വാക്കുകളായിരിക്കും പറയുന്നത്? നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നാം എന്തൊക്കെയാണ് കാണുന്നത്? നമ്മൾ ഹൃദയത്തിൽ എന്തിനൊക്കെ ഇടം കൊടുക്കും? നോക്കുക, ഇന്ന് അനേകം ആളുകൾ ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന തങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുന്നില്ല. സ്നാനപ്പെടുവാനിടയായി മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിടയായി എന്റെ ഭർത്താവിന് എന്നെ വലിയ പേടിയാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഞാൻ ചീത്ത വിളിക്കുമെന്ന് ഭയന്നു. എന്തൊക്കെയാണ് അവർക്ക് പറയുന്നത്? വായിൽ വന്നതൊക്കെ ഞാൻ പറയാനിടയും. അതിൽ ഞാൻ വളരെ എക്സ്പേർട്ടായ വ്യക്തിയാണ്. നീ യേശുവിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ വായിലെ വാക്കുകൾ ശുദ്ധിയുള്ളതായിരിക്കണം. ചീത്ത വിളിക്കുവാനോ വഴക്കുണ്ടാക്കുന്നതോ ആയ വാക്കുകൾ വരുവാനിടയാകരുത്. ഇത് വിശുദ്ധ ആലയമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം എത്ര ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായ ആളുകളുടെ ജീവിതത്തെ നോക്കുന്ന സമയത്ത് അവരിൽ മാറ്റം കാണുന്നില്ല എങ്കിൽ മറ്റ് ആരും തന്നെ ഇനിയും യേശുവിൽ വിശ്വസിക്കുകയില്ല. നിങ്ങൾ നിമിത്തമാണല്ലോ എൻ്റെ നാമം അന്യജനങ്ങളുടെ മധ്യയിൽ ദുഷിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു, നീ കള്ളം പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നീ പറയുന്നു, നീ വഞ്ചനയും ചതിയും കാണിക്കുന്നു. നീ ദുശീലങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ നീ രഹസ്യമായ പാപങ്ങൾക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുന്നു. ജാഗ്രത, രഹസ്യമായിരിക്കുന്നതെല്ലാം വെളിപ്പെട്ടു വരുവാനിടയാകും. നിങ്ങൾ അറയ്ക്കുള്ളിൽ മന്ത്രിക്കുന്നത് പുറപ്പുറത്ത് ഘോഷിപ്പാനിടയാകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ബെൽഷസ്സർ എത്രയോ നന്മ പ്രാപിക്കാനിടയായി.
ദൈവത്തിനെതിരെ നിന്നതുകൊണ്ട് നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ എത്രമാത്രം വീഴ്ചയുണ്ടായതെന്ന് അറിയുവാൻ കഴിഞ്ഞു, കാണുവാൻ കഴിഞ്ഞവനാണ്. എന്നാൽ രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരമായിട്ട് മദ്യം കൊണ്ടുവന്നിട്ട് അത് കുടിച്ച് ഇരുമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും താമരം കൊണ്ടും ഉണ്ടാക്കിയതായ ദേവന്മാരെ നമസ്കരിക്കുന്നു, ഡാൻസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പബ്ബുകൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ പട്ടണങ്ങളിലുണ്ട് പബ്ബുകൾ, ഇല്ലേ? ഹല്ലേലൂയ! ദയവ് ചെയ്ത് അവിടെ പോകുവാൻ ഇടയാകരുത്. ദാവീദ് പ്രാർത്ഥിക്കുവാനിടയായി, ദൈവമേ എന്നെ പരിശോധിക്കണമേ, എന്നെ പരീക്ഷിക്കണമേ, നിനക്ക് വ്യസനത്തിന് കാരണമായി എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് നീ നോക്കണമേ, എന്നിട്ട് നിന്റെ നിത്യമാർഗത്തിൽ നീ എന്നെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മുൻപിൽ ഭയത്തോടെ ഭക്തിയോടെ നമ്മുടെ രക്ഷ മുൻപോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയമായിട്ട് കാത്തു സൂക്ഷിക്കണം. എല്ലാ ദിവസവും ഓരോ ക്ഷണവും ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് അവന്റെ ഹിതമനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. അങ്ങനെയുള്ള ജീവിതത്തെ നമുക്കെല്ലാവർക്കും കർത്താവ് നൽകുമാറാകട്ടെ. മദ്യപാനികളായ ആളുകളെ ദൈവം മാറ്റിയെടുക്കുമാറാകട്ടെ. ഇപ്പോൾ അനേകം ആളുകൾ മദ്യത്തിന് അടിമകളായി തീർന്നിട്ടുണ്ട്. ഇന്ന് നോക്കുമ്പോൾ അനേകർ മദ്യത്തിന് അടിമകളായി തീർന്നത് കാരണമായി ഇപ്പോൾ ടി വിയിൽ പരസ്യം വരികയാണ്, ഈ മരുന്ന് കുടിക്കുകയാണെങ്കിൽ ഇത് കാപ്പിയിൽ കലക്കിയോ ചായയിൽ കലക്കി കൊടുത്താൽ മദ്യം കുടിക്കുകയില്ല, നിങ്ങളുടെ ഭർത്താവ് പിന്നെ മദ്യപിക്കത്തില്ല, അതുകൊണ്ട് ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പരസ്യം കാണിക്കുന്നു. അതിന്റെ ഒരു ബോട്ടിലിന് എത്ര രൂപയാണ്? 3000 രൂപയാണ് വില. അവൻ 300 രൂപയ്ക്ക് കുടിക്കുമ്പോൾ നീ 3000 ചിലവാക്കി ഇതെങ്ങനെയാണ് പിന്നെ കുടിപ്പിക്കുന്നത്? ഇത് 3000 രൂപ കൊടുത്ത് കുടിപ്പിച്ചിട്ട് ഇതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഒരുപക്ഷെ ഇത് കുടിക്കുമ്പോൾ മാത്രമേ ഉപേക്ഷിക്കുകയുള്ളായിരിക്കും മദ്യപാനം. കറുത്ത കല്ലുകൊണ്ട് ഇടിച്ചാൽ മുറിവേൽക്കുമെന്ന് പറഞ്ഞ് വെളുത്ത കല്ലുകൊണ്ട് ഇടിക്കുകയാണ് ഒരുവൻ. കറുത്ത കല്ലാണെങ്കിലും വെളുത്ത കല്ലാണെങ്കിലും ചുവന്ന കല്ലാണെങ്കിലും കല്ലുകൊണ്ടിടിച്ചാൽ പൊട്ടുന്നത് തലയാണ്. യേശുക്രിസ്തു മാറ്റിയാൽ ഒരു മനുഷ്യന് മാറ്റം വരുന്നു, അല്ലാതെ മരുന്നുകൾ ഒരു മനുഷ്യനെ മാറ്റുകയില്ല. നിന്റെ ഹൃദയത്തെ ദൈവത്തെങ്കിൽ ഏൽപ്പിക്കുക. നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുക. അവൻ നിന്റെ സ്വഭാവത്തെ മാറ്റുവാനിടയാകും. എപ്പോഴാണോ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, പിന്നീട് നാം പാപം ചെയ്യുന്നതിൽ ആസ്വദിക്കുകയില്ല, പാപം അനുഭവിക്കുകയില്ല, അത് ചെയ്യുവാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ യേശു കർത്താവ് നമുക്ക് നീതിയെ ഇഷ്ടപ്പെടുന്ന മനസ്സ് നൽകും, ദുർനീതിയെ ദ്വേഷിക്കുന്ന മനസ്സ് നൽകും. ഈ കാലത്തുള്ള മദ്യപാനികൾ മാനസാന്തരപ്പെടണമെങ്കിൽ അവർ യേശുവിന്റെ സന്നിധിയിലേക്ക് വരണം. മദ്യപാനികളെ, നിങ്ങൾക്ക് കഷ്ടം. ആ കാലത്ത് തന്നെ ശലോമൻ എഴുതി വെച്ചു, ആർക്ക് കഷ്ടം, ആർക്ക് നിന്ന, ആർക്ക് അപമാനം, ആർക്ക് അനാവശ്യമായിട്ടുള്ള മുറിവുകൾ വീഞ്ഞു കുടിക്കുന്നവർക്കാണല്ലോ. മലയാളം ബൈബിളിൽ പറയുകയാണ്, മദ്യം രുചിച്ചു നോക്കുന്നവർക്കാകുന്നുവെന്ന്. വീഞ്ഞും മദ്യവും ഇളകിമറിയുമ്പോൾ അത് നീ കണ്ട് രസിക്കരുത്. പിന്നീട് സർപ്പം പോലെ അത് നിന്നെ ചുറ്റുവാനിടയാകും. നീ നടുക്കടലിൽ കിടക്കുന്ന പോലെ ആയിരിക്കും. നിനക്ക് ബോധം നഷ്ടപ്പെട്ടു പോകും. ബോധം തിരിച്ചു കിട്ടുമ്പോൾ വീണ്ടും പോയി മദ്യപിക്കുവാനിടയാകും. എത്രയോ യൗവനക്കാർ ഈ കാലത്ത് മദ്യപിച്ച ജീവിതങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുവാനിടയായി. ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇതാണ്, ഏകദേശം എല്ലാ വീടുകളിലും ഒരു മദ്യപാനി വെച്ച് ഉണ്ട്. നിങ്ങൾ കൈയുയർത്തേണ്ട ആവശ്യമില്ല, എന്നാൽ നിങ്ങൾ വീട്ടിലും കാണും ഒരു മദ്യപാനി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം അത്. ചിലർ പറയും, ഞാൻ എപ്പോഴും ഒന്നും കുടിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ മാത്രമേ സ്വല്പം കുടിക്കൂ എന്നാണ്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ബ്രദർ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും കുടിക്കുകയില്ല, ആരെങ്കിലും ഒഴിച്ചു തന്നാൽ മാത്രമേ കുടിക്കൂ എന്ന്. ദയവ് ചെയ്ത് വിശേഷങ്ങളിൽ കുടിക്കുന്ന വ്യക്തിയാണെങ്കിലും വല്ലപ്പോഴും കുടിക്കുന്നവനാണെങ്കിലും ഇന്ന് തന്നെ കർത്താവിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ ആ മദ്യപാനത്തിന് അടിമയായി തീരുന്നതിന് മുൻപ് തന്നെ, ആ ദുശ്ശീലത്തിന് അടിമയായി മാറുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തെ ഈ ലഹരി പദാർത്ഥങ്ങളാൽ നിറയ്ക്കുവാൻ പാടില്ല. അനേകം ആളുകൾ പുക കുടിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പുക എങ്ങനെയാണ് കുടിക്കുന്നത്? പുക ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കുമോ? ഇല്ല. പുക വലിച്ചു കയറ്റുന്നത് കാണാം. ഒരു ദേവദാസിന്റെ അടുക്കലിരുന്ന ഒരു പയ്യൻ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ ദേവദാസൻ മുഖം മറച്ചു പിടിക്കാനിടയി. അന്നേരം പയ്യൻ ചോദിച്ചു, എന്താണ് ദേവദാസ, അങ്ങേക്ക് പിടിക്കില്ലേ എന്ന്. അപ്പോൾ ആ പാസ്റ്റർ തിരിച്ചു ചോദിച്ചു, മകനെ, നിനക്ക് പിടിക്കുമോ എന്ന്. നിനക്ക് പിടിക്കുകയില്ലേ? നിനക്ക് പിടിക്കുമെങ്കിൽ നീ അകത്തേക്ക് വലിച്ചു കയറ്റിയ പുക അവിടെ തന്നെ ഇരിക്കേണ്ടതല്ലേ? പിന്നെന്തുകൊണ്ടാണത് മൂക്കിൽ കൂടെ വെളിയിലേക്ക് വരുന്നത്? നമ്മൾ പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൽ ചേരുവാനിടയാകും, ശരിയല്ലേ? നമ്മൾ ആഹാരം കഴിച്ചാലും അത് ശരീരത്തിൽ പോയി ദഹിക്കുവാനിടയാകും. എന്നാൽ പുക വലിക്കുകയാണെങ്കിൽ അത് അകത്തൂടെ പോയിട്ട് അത് തിരിച്ച് ഡ്രെന്ന് പറഞ്ഞു വരും. അത് ശരീരത്തിൽ പിടിക്കുകയില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ല.
ഒരു ദേവദാസൻ പറഞ്ഞു, കേൾക്കുവാൻ ചെവി തന്നു, മണക്കുവാൻ മൂക്ക് തന്നു, തിന്നുവാൻ വായ നമുക്ക് തന്നു. ഒരുപക്ഷെ പുകവലിക്ക് നമുക്ക് ആവശ്യമായിരുന്നെങ്കിൽ ദൈവം നമ്മുടെ തലയിൽ ഒരു ചിമ്മിനി വെക്കുമായിരുന്നെന്നാണ്. തീവണ്ടിയുടെ പുക പോകുന്നത് പോലെ നാം സിഗരറ്റ് വലിക്കുമ്പോൾ പുക പോകുന്നതിനായി. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി കാരണമായിട്ട് ശ്വാസനാളി ദ്രവിച്ചും ശ്വാസകോശത്തിന് പ്രശ്നങ്ങളുണ്ടാകും. ഒരുപാട് യൗവനക്കാർ ഈ കാലത്ത് പുകവലി ഉപേക്ഷിച്ചിട്ട് പുതിയ രീതിയാണ് ചെയ്യുന്നത്. എന്താണ്? പാൻപരാഗെന്നും പിന്നെന്താണ് ഹാൻസ് എന്ന് പറയും. പിന്നെ വേറെന്താണ്? കയ്യിൽ ഞെരടി വയ്ക്കുന്നത്. എന്താണത്? ചൈനിയാ? നിങ്ങൾക്കും അതറിയാമോ? ദയവ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. അല്ല എങ്കിൽ നിങ്ങളുടെ ശരീരം നശിച്ചു പോകുന്നത് മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ് ദുഃഖിക്കുക മാത്രമല്ല, നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകുവാനിടയാകും. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരുണ്ട്. ഈ ബെൽഷസ്സർ വിരുന്നൊരുക്കി മദ്യപിക്കുകയാണ്, നൃത്തം ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, വെപ്പാട്ടികൾ എന്ന് പറയുന്നു. ഇന്നുള്ള ചില മനുഷ്യർക്ക് ഒരു ഭാര്യ മതിയാകില്ല, കുറെ ഭാര്യമാർ വേണം. നോക്കുക, എത്ര വിചിത്രമാണ്. ഇന്ന് എത്രയോ സ്ത്രീകൾ എനിക്ക് ഭർത്താവിനെ വേണ്ട എന്ന് പറയുന്നത് എന്താണ്? വിവാഹമോചനം നടത്തൂ എന്നെന്നുകൊണ്ട് പറയുന്നു. ഭാരതത്തിൽ നോക്കുമ്പോൾ കോടതി കേസുകളിൽ വക്കീലിന്റെ അടുക്കൽ വരുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ എന്താണെന്നറിയാമോ? വിവാഹമോചന കേസുകളാണെന്നാണ്. സ്വത്തിനെ കുറിച്ചുള്ളതായ കേസല്ല, അടിപിടി കേസുകൾ അല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ കോടതിയിൽ വരുന്നത്. പിശാചിന്റെ കണ്ണ് കുടുംബത്തിന്മേലാണ്. ഇതിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കാൻ വിവാഹമോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അങ്ങനെ തീരുമാനമെടുത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറ്റുക. നിങ്ങൾ ദൈവത്തോട് പശ്ചാത്തപിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തവണ വാഗ്ദത്തം ചെയ്തിട്ട് വിവാഹം ചെയ്തതിന് ശേഷം ആ വിവാഹത്തെ എന്താണ് പറയുന്നത്? കഷ്ടത്തിലും വേദനയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നിന്നെ ഉപേക്ഷിക്കാതെ വിട്ടുകളയാതെ 3 മാസം നിന്നോടൊപ്പം കുടുംബജീവിതം നയിക്കും എന്നല്ലല്ലോ. എനിക്കിഷ്ടമുള്ള കാലത്തോളം നിന്നോടൊപ്പം താമസിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് വിവാഹത്തിന് അന്ന് തന്നെ പറയണം. ദേവദാസൻ സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുക, കുഴപ്പമില്ല. എന്നാൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെയും നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്ന് വാഗ്ദത്തം കൊടുത്തിട്ട് ദൈവത്തിന്റെ മുമ്പാകെയും സഭയുടെ മുമ്പാകെയും വാഗ്ദത്തം ചെയ്യുന്നു എന്ന് വാക്കുകൊടുത്തിട്ട് എന്തിനാണ് നാണമില്ലാതെ കോടതിയിലേക്ക് പോകുന്നത്? അത് ഭയങ്കരമായ പാപമാണ്, വ്യഭിചാര പാപമാണ്. ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണെന്ന് യേശുക്രിസ്തു തന്റെ വായ് കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്, ഞാൻ പറഞ്ഞവയല്ല. എന്നാൽ മോശെ ഉപേക്ഷണ പത്രത്തെ അംഗീകരിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളെ ഹൃദയ കാഠിന്യ നിമിത്തം സമ്മതിച്ചതാണ്, അല്ലാതെ അതൊരിക്കലും ദൈവത്തിന്റെ ഹിതമല്ല എന്ന് പറയുവാൻ ഇടയായി. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ സമാധാനമുണ്ടാകാനിടയാകും. നീ യഥാർത്ഥമായി യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഭർത്താവ് എത്ര ദുർമാർഗിയാണെങ്കിലും അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലാതെ ആ മനുഷ്യനെ മാറ്റുവാൻ വേണ്ടി ഒരിക്കലും നീ പരിശ്രമിക്കുക ഇല്ല. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഭാര്യയും ഭർത്താവുമായ നിങ്ങളുടെ മധ്യയിൽ ഐക്യതയുണ്ടോ? എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, നാം ഇപ്പോൾ ഒരു സാധാരണ ഒരു ഭാര്യയെ വിളിച്ചിട്ട്, എല്ലാവരും പറയില്ലായിരിക്കാം, എന്നാൽ ഏറെക്കുറെ മിക്ക ആളുകളും പറയും, ചോദിക്കുകയാണ്, സഹോദരി നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ പോകുന്നു? നിങ്ങളുടെ ഭർത്താവ് നല്ലവനാണോ? നിങ്ങളെ നല്ലവണ്ണം നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? എൻ്റെ ഭർത്താവ് നല്ലവനാണ്, എൻ്റെ ദൈവത്തെ പോലെയാണ്, എന്നെ പ്രാണനാണ്, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതായ സ്ത്രീകൾ ഇവിടെയുണ്ടോ ആവോ? എന്തിനാണ് വെറുതെ പറഞ്ഞ് തലവേദന ഉണ്ടാക്കുന്നത്? എൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്തിനാണ് കുറ്റം പറയുന്നത്? എൻ്റെ മക്കളെക്കുറിച്ച് എന്തിനാണ് കുറ്റം വന്നത്? അത് നല്ല സ്വഭാവമല്ലല്ലോ. എന്നാൽ എൻ്റെ ഭർത്താവിന് പലപ്പോഴും മുൻകോപമാണ്, കോപിച്ചിട്ട് എന്നെ തല്ലുവാൻ വേണ്ടി വരും. എന്നാൽ ഞാനതൊക്കെ സഹിച്ചു നിൽക്കും, ഞാനൊന്നും തന്നെ ചെയ്യാറില്ല. എന്നാലും സഹിയിടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്നാൽ ഭർത്താവിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങളുടെ ഭാര്യ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ നല്ലോണം നോക്കുമോ? ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? ആഹാരമൊക്കെ വെച്ച് തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണ ഒരു ഭർത്താവാണെങ്കിൽ എന്താണ് പറയുന്നത്? എൻ്റെ ഭാര്യയോ, അവൾ മഹാ തലവേദനയാണ്, എൻ്റെ വിധിയാണ് അവളെ കെട്ടിയത്, എൻ്റെ കഷ്ടകാലമാകുന്നു, അവളെ സഹിക്കുവാൻ കഴിയുകയില്ല, അവളുടെ കൂടെ ജീവിക്കുവാൻ കഴിയുകയില്ല. എന്താണ്? മനുഷ്യനെ കൊണ്ട് സംതൃപ്തിപ്പെടുകയില്ല. പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുവാനിടയാകും. നിന്റെ തെറ്റുകളെ നീ ഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കുവാൻ കഴിയും. നിന്റെ തെറ്റുകളെ നീ മനസ്സിലാക്കിയാൽ നിന്റെ ഭാര്യയെ നിനക്ക് അംഗീകരിക്കാൻ കഴിയും.
എന്നാൽ ഇന്ന് എല്ലാ മനുഷ്യരും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി എപ്പോഴും ആഗ്രഹത്തോടെയായിരിക്കുന്നു. ഞാൻ എന്തു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു നോക്കുവാൻ തയ്യാറായിരിക്കുന്നതേയില്ല. ഒരു തവണ യഹോവ ചെവി താഴ്ത്തി അവർ എന്തു പറയുന്നു എന്ന് കേൾക്കുവാനായിട്ട് ശ്രമിച്ചു. യിരെമ്യാവ് 8:6 എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കൂ. അവർ നേരു സംസാരിച്ചില്ല, അയ്യോ ഞാൻ തെറ്റു ചെയ്തു പോയി എന്ന് അനുതപിച്ചില്ല, ദുഷ്ടത സംസാരിക്കുവാനിടയായി. ഞാൻ എന്തു ചെയ്തു എന്ന് തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നതായ വ്യക്തി ഒരാളെപ്പോലും കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതം ദൈവമുമ്പാകെ എങ്ങനെയായിരിക്കുന്നു? എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെയായിരിക്കുന്നു? ഞാൻ നേരായി ജീവിക്കുന്ന വ്യക്തിയാണോ? ഒരു നല്ല ഭർത്താവായിട്ട്, പിതാവായിട്ട്, ഒരു അധികാരിയായിട്ട്, ദൈവദാസനായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായ അവസരം തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അത് ചെയ്യാതെ ഞാൻ കേമനായിരിക്കുന്നു, എല്ലാവരും മോശക്കാരാണ്, ഞാൻ മാത്രമാണ് നീതിമാൻ, മറ്റുള്ളവനേക്കാൾ ഞാൻ മെച്ചമാണ്, അവരെക്കാൾ നല്ലവൻ ഞാനാണ് എന്ന് പരസ്പരം കമ്പയർ ചെയ്യുവാനിടയാകും. എന്നാൽ ദൈവം നോക്കുന്ന സമയത്ത്, നമ്മുടെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന സമയത്ത്, നമ്മുടെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന സമയത്ത് നമുക്കറിയുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം, പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധിപ്പിച്ചു നൽകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സഞ്ചാരം എവിടെയുണ്ടോ അവിടെ പശ്ചാത്താപമുണ്ടാകാനിടയാകും, ഹൃദയങ്ങളെ പരിശോധിക്കുവാനിടയാകും. ദാവീദ് പ്രാർത്ഥിക്കുവാനിടയായി, ദൈവമേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നിന്റെ നിത്യമാർഗത്തിൽ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മുൻപാകെ ഭയത്തോടെ ഭക്തിയോടെ നമ്മുടെ രക്ഷയെ മുൻപോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയങ്ങളാക്കിയിട്ട് നമുക്കാക്കണം. എല്ലാ ദിവസവും ഓരോ ക്ഷണവും നമ്മുടെ ശരീരത്തിൽ കർത്താവിന് ഇടം കൊടുത്തുകൊണ്ട് അവന്റെ ഹിതമനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. ഇങ്ങനെയുള്ള ജീവിതം നമുക്കെല്ലാവർക്കും കർത്താവ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ മധ്യയിൽ നീ ഉള്ളതിനായിട്ട് നന്ദി കരയറ്റുന്നു കർത്താവേ. നിന്റെ മക്കളെ ഈ മീറ്റിംഗിലേക്ക് കർത്താവ് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി കരയറ്റുന്നു കർത്താവേ. സ്തുതിക്കുകയാണ് ഞങ്ങളങ്ങേ. ഓരോരുത്തരുടെയും മനസ്സെങ്ങനെയാകുന്നുവെന്ന് അറിയുന്ന കർത്താവേ, ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അറിയുന്നതായ ദൈവമേ, ഞങ്ങളുടെ അന്തരംഗത്തിലെ സത്യത്തെ ആഗ്രഹിക്കുന്നതായ ദൈവമേ, നുറുക്കമുള്ളതായ ഹൃദയത്തെ നീ ഞങ്ങൾക്ക് നൽകണമേ. കപടതയില്ലാത്ത ഹൃദയം നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നതായ സമയത്ത് കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, യേശുവേ അവരുടെ പ്രാർത്ഥന കേട്ട് അവരോട് നീ ക്ഷമിക്കണമേ. ഒരുപാട് രീതിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോഴും, ഒരുപാട് രീതിയിൽ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് തന്നപ്പോഴും, പലപ്പോഴും നീ ചെയ്ത നന്മകളെ മറന്നുകൊണ്ട് നല്ല വീടുകളൊക്കെ പണിതിട്ട് ഞങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരുന്ന സമയത്ത് നിന്നെ മറക്കുവാനിടയായി കർത്താവേ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കഷ്ടത, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരൊക്കെയാണോ നിന്നെ വിട്ടകന്ന് ജീവിക്കുന്നത്, അവരെ നീ ആകർഷിക്കുമാറാകണമേ. ആരൊക്കെയാണോ നിന്നെ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെ നീ ഇന്ന് ദർശിക്കുമാറാകണമേ. മദ്യപാനത്തിന്റെ ദുശീലത്തിന് അടിമയായി കിടക്കുന്ന അനേകം ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഒരു മദ്യപാനി പോലും വീണ്ടും ആ മദ്യത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കാതെ വണ്ണം പുതിയ സ്വഭാവത്തെ അവർക്ക് നീ കൊടുക്കുമാറാകണമേ. അവരുടെ ഹൃദയദൃഷ്ടി നീ പ്രകാശിപ്പിക്കുമാറാകണമേ. കഠിന ഹൃദയങ്ങളെ മൃദുവാക്കി മാറ്റണമേ. ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പിരിഞ്ഞു പോകുന്നുവെങ്കിലും നിന്റെ ആത്മാവ് ഞങ്ങളെ പിന്തുടരുവാനായിട്ട് നീ സഹായിക്കുമാറാകണമേ. പുതുക്കം പ്രാപിച്ച ഹൃദയത്തോടുകൂടി, നന്ദി നിറഞ്ഞതായ ഹൃദയത്തോടുകൂടി, വിശുദ്ധമായ ഹൃദയത്തോടുകൂടി, പ്രാണൻ നൽകിയ കർത്താവിനെ സ്നേഹിക്കുന്നതായ ഹൃദയങ്ങളെ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹൃദയങ്ങളെ തുറന്നിരിക്കുന്ന എല്ലാവരോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ,
ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ